ഇനി നമുക്ക് ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു റവ ഉപ്പുമാവ് തയ്യാറാക്കിയാലോ? അതിന് വേണ്ടി ആദ്യം നമ്മൾ റവയൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുത്ത് മാറ്റിയതിന് ശേഷം അതേ കടായിലോട്ട് 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ചെടുക്കുക. കൂടാതെ ഇച്ചിരി ഉഴുന്നും വറ്റൽമുളകും ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് കാഷ്നട്ട് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. കാഷ്നട്ട് ഒന്ന് മൂത്ത് വീഴുമ്പോൾ ഇനി ഇതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. നമ്മൾ എരിവിനനുസരിച്ച് വേണേൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലോട്ട് ക്യാരറ്റ് ചോപ്പ് ചെയ്തതും ഉള്ളി ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പുമാവിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം നമ്മൾ പച്ചക്കറിയൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഈ ഇച്ചിരി കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കിനി വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്ത് നമ്മൾ ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കുമ്പോഴേക്കും വെള്ളം നല്ലതുപോലെ തിളച്ച് വരും. ഇനി ഇതിലോട്ട് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കുക. റവ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. തുറന്നതിന് ശേഷം ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. ടേസ്റ്റിയായ ഉപ്പുമാവ് റെഡി ആയിരിക്കുകയാണ്. ഇതുപോലുള്ള റെസിപ്പിക്കായി ആദ്യം സബ്സ്ക്രൈബ് ചെയ്ത്